തിരിച്ച് നാം വീണ്ടും നിലമ്പൂരിലേക്കാണ്, ആവേശക്കാഴ്ചകളിലേക്കാണ്. എം സ്വരാജ് LDF സ്ഥാനാർത്ഥി, CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം LDF സ്ഥാനാർത്ഥി എം സ്വരാജിന് ആവേശോജ്വലമായ സ്വീകരണമാണ് നിലമ്പൂർ ജനത നൽകിക്കൊണ്ടിരിക്കുന്നത്. റെയിൽവേ സ്റ്റേഷനിൽ അല്പം മുമ്പ് വന്നിറങ്ങിയ എം സ്വരാജിന് വലിയ ആവേശോജ്വലമായ സ്വീകരണമാണ് നിലമ്പൂരിൻ്റെ തെരുവുകൾ ഇതാ സമ്മാനിച്ചുകൊണ്ടിരിക്കുന്നത്. വി അബ്ദുറഹ്മാൻ. കേരളത്തിൽ പൊതുവെയുള്ളൊരു വികാരം നിലമ്പൂരിലും ഉണ്ടാവും. നിലമ്പൂരിൽ ഇടതുപക്ഷ മുന്നണി വലിയ ഭൂരിപക്ഷത്തിൽ പ്രത്യേകിച്ച് സ്വരാജിനെ പോലുള്ള സ്ഥാനാർത്ഥി ഇവിടെ എത്തിയതുകൂടി ആവേശം ഇരട്ടിയായിട്ടുണ്ട്. സ്വരാജിന്റെ പേര് പ്രഖ്യാപിച്ചത് മുതൽ നിലമ്പൂർ വലിയ ആവേശത്തിലാണ്. ഒരു സംശയമില്ലല്ലോ, നമ്മൾ അതെല്ലാം കണ്ടുവരുന്നു. കേരളത്തിൽ, പ്രത്യേകിച്ച് കേരളത്തിൽ അറിയപ്പെടുന്ന താത്വികനായിട്ടുള്ള ഒരു രാഷ്ട്രീയ നേതാവാണ് സ്വരാജ്. അത് ജനങ്ങൾ ആഗ്രഹിക്കുന്ന അത്തരത്തിലുള്ള സ്ഥാനാർത്ഥിയാണെന്ന് നിലമ്പൂരിൽ. രാഷ്ട്രീയമായി വലിയ ചരിത്രമുള്ള നാടാണ് നിലമ്പൂർ. കുഞ്ഞാലിയുടെയൊക്കെ തന്നെ പാരമ്പര്യമുള്ള, ട്രേഡ് യൂണിയൻ പാരമ്പര്യമുള്ള, ഏറ്റവും തൊഴിലാളികൾ ധാരാളമുള്ള ഒരു പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ പുതിയൊരു ഉണർവ് സ്വരാജിൻ്റെ സ്ഥാനാർത്ഥിത്വത്തിൽ ഉണ്ടായിട്ടുണ്ട്. അത് വോട്ടിങ്ങിലും പ്രതിഫലിക്കും. ഞാൻ കേട്ടിടത്തോളം നമ്മൾ നല്ല ഭൂരിപക്ഷം ജയിക്കാനാണ് സാധ്യത. ഇടതുമുന്നണി മുന്നോട്ട് വെക്കുന്ന വികസനം, ഇടതുമുന്നണി മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം, ഇതൊക്കെ നിലമ്പൂരിൽ കൃത്യമായി ചർച്ചയാവില്ലേ ഈ തെരഞ്ഞെടുപ്പിൽ? തീർച്ചയായും. അതാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചത്. നിലമ്പൂരിൽ നടക്കുന്ന കൃത്യമായിട്ടുള്ളൊരു രാഷ്ട്രീയ പോരാട്ടമാണ്. ഈ രാഷ്ട്രീയ പോരാട്ടത്തിൽ ഇടതുപക്ഷ മുന്നണി ജയിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല എന്ന് ഞാൻ ആദ്യമേ പറയാൻ കാരണം അതാണ്. നിലമ്പൂരിലെ ഒരു ചെറിയ കുട്ടികൾ പോലും രാഷ്ട്രീയം കൃത്യമായി മനസ്സിലാക്കുന്ന ഒരു നാടാണ് നിലമ്പൂർ. അതുകൊണ്ട് തന്നെ മുൻ MLAയോ അല്ലെങ്കിൽ മറ്റുള്ള ഇടങ്ങളൊന്നും ഇവിടെ ബാധകമല്ല. രണ്ട് ശക്തമായിട്ടുള്ള ഒരു പോരാട്ടത്തിന് നിലമ്പൂർ തയ്യാറെടുത്തിട്ടുണ്ട്. ഇപ്പോൾ UDF കൃത്യമായി തന്നെ സ്ഥാനാർത്ഥിയെ നിർണ്ണയിച്ചു വെച്ചു കഴിഞ്ഞു. പക്ഷേ അതിനേക്കാൾ ഉപരി ജനത്തിന് സ്വീകാര്യമായ, കേരള ജനതയ്ക്ക് സ്വീകാര്യനായ ഒരു സ്ഥാനാർത്ഥിയെ അവതരിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് വിജയത്തിൻ്റെ അടിസ്ഥാനം. തീർച്ചയായും ഇടതുമുന്നണി വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നാണ് മന്ത്രി വി അബ്ദുറഹ്മാൻ പങ്കുവെക്കുന്നത്. തീർച്ചയായും വി അബ്ദുറഹ്മാനും പങ്കുവെക്കുന്നത് അവിടുത്തെ ആവേശം സൂചിപ്പിക്കുന്നത്, അവിടുത്തെ ഗ്രാസ് റൂട്ട് ലെവലിലുള്ള വിവരങ്ങൾ സൂചിപ്പിക്കുന്നത് വലിയ മേൽക്കൈ സ്ഥാനാർത്ഥിത്വത്തോടു കൂടി തന്നെ LDFന് ലഭിക്കുന്നു എന്നുള്ളതാണ്. അത്തരത്തിലൊരു താത്വിക രാഷ്ട്രീയ അടിത്തറയുടെ മണ്ണ് കൂടിയാണ് നിലമ്പൂർ. ആ നിലമ്പൂരാണ് വലിയ അർത്ഥത്തിൽ LDF സ്ഥാനാർത്ഥിയായി എം സ്വരാജ് എത്തിയതോടുകൂടി ആവേശം പകർന്നു നൽകുന്നത് എന്നതാണ് വി അബ്ദുറഹ്മാനും സൂചിപ്പിക്കുന്നത്. വലിയ വിജയപ്രതീക്ഷയ്ക്ക് വലിയ നാന്ദിയാകുന്നു LDF സ്ഥാനാർത്ഥിയുടെ സ്ഥാനാർത്ഥിത്വം, എം സ്വരാജിൻ്റെ സ്ഥാനാർത്ഥിത്വം എന്നുള്ളത് കൂടി വായിച്ചെടുക്കേണ്ടതാണ്. എന്തായാലും എം സ്വരാജ് ആ നാട്ടിലൂടെ, ജന്മനാട്ടിലൂടെ ഇതാ നടന്നു നീങ്ങുകയാണ്. ഒരുപക്ഷെ ആവേശം അലകടലായി അടിക്കുന്നു. നോക്കൂ, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത തന്നെ, UDF വലിയ പ്രതിസന്ധിയിൽ ആടിയുലയുന്നു. ഇപ്പുറത്ത് LDF കൂടുതൽ കരുത്തോടുകൂടി, ആശയവ്യക്തതയോടുകൂടി നവകേരളത്തിൻ്റെ ആശയവുമായി മുമ്പോട്ട് പോകുന്നു. ഇങ്ങനെ ഒരു ഘട്ടത്തിലാണ് എം സ്വരാജ് കൂടി സ്ഥാനാർത്ഥിയായി എത്തുന്നത്. അതൊരു പക്ഷേ കൂടുതൽ ചൂട് പകരുന്ന, തീക്ക് ചൂട് പകരുന്ന ഒരു വലിയ ഊർജ്ജമായി സ്വരാജ് മാറി എന്നുള്ളതാണ്. ഇങ്ങനെയൊക്കെയുള്ളൊരു അനുകൂല ഘടകമാണ് ഒരു പക്ഷേ ആ തെരുവീഥികളിലെ ആവേശം വായിച്ചു നൽകുന്നത്. PV കുട്ടൻ. LDF സ്ഥാനാർത്ഥി എം സ്വരാജ് ജനങ്ങളെ അഭിവാദ്യം ചെയ്യുന്നു. നിലമ്പൂരിലാണ് എം സ്വരാജ് എത്തി നിൽക്കുന്നത്. നിലമ്പൂരിൽ അല്പം മുമ്പ് റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങിയ സ്വരാജ് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും നഗരത്തിലേക്കുള്ള യാത്രാമധ്യയാണ്. വലിയ ആവേശമാണ് ഇരുകരകളിലും ജനങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. മുദ്രാവാക്യം വിളികളോടുകൂടി ആവേശത്തിൻ്റെ അലകടലായി നിലമ്പൂർ ജനത എം സ്വരാജിനൊപ്പം, LDFനൊപ്പം എന്ന് സൂചിപ്പിക്കുന്ന എല്ലാ ഘടകങ്ങളുമാണ് അവിടെ നിന്നും തത്സമയം ദൃശ്യങ്ങളിലും നമുക്ക് വായിച്ചെടുക്കാനാകുന്നത്. PV കുട്ടൻ വിവരങ്ങളുമായി കൂടി ചേരുകയാണ്. PV കുട്ടൻ, ഈ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് എങ്ങോട്ടേക്കാണ് ഈ യാത്ര, എങ്ങോട്ടേക്കാണ് പോകുന്നത്? എപ്പോഴാണ് ഇനി യഥാർത്ഥത്തിലുള്ള റോഡ് ഷോ LDF ആസൂത്രണം ചെയ്തിരിക്കുന്നത്?
തീർച്ചയായും മതേതരത്വത്തെ സംരക്ഷിക്കാൻ, ജനാധിപത്യത്തെ സംരക്ഷിക്കാൻ, നവകേരളത്തെ പടുത്തുയർത്താൻ ഈ ആവേശത്തിൻ്റെ സമരം മത്സരച്ചൂടിലേക്ക് സന്നിവേശിക്കുന്ന അപൂർവമായ മുഹൂർത്തങ്ങൾ കൂടിയാണ് ഇപ്പോൾ നിലമ്പൂർ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. LDF സ്ഥാനാർത്ഥി എം സ്വരാജിന് പിന്തുണയർപ്പിച്ച് നിലമ്പൂർ ജനത. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങൾക്കൊപ്പം PV കുട്ടൻ കൂടി ചേരുകയാണ്. PV കുട്ടൻ, ആവേശം മാത്രമല്ല, ഇതിലൊരാശയമുണ്ട്. ആ ആശയം എന്നത് മതേതരത്വത്തിൻ്റെയും നവകേരളത്തിൻ്റെയും ഒക്കെ ആശയമാണ്. നവഫാസിസത്തിനെതിരായുള്ള സന്ദേശത്തിൻ്റെ ആശയമാണ്. അതിനായി നിലമ്പൂർ ജനത കൈകോർക്കണം എന്നതാണ് ഈ പ്രകടനത്തിലും അവർ ഉയർത്തുന്നത്. ഇനി ഈ യാത്ര എങ്ങോട്ടേക്കാണ്? യഥാർത്ഥത്തിലുള്ള റോഡ് ഷോ എപ്പോഴാണ് LDF ആസൂത്രണം ചെയ്തിരിക്കുന്നത്? PV കുട്ടൻ. നിലമ്പൂരിലേക്ക് എത്തുന്ന, നിലമ്പൂർ റെയിൽവേ സ്റ്റേഷൻ എത്തുന്ന എം സ്വരാജിനെ നഗരത്തിലേക്ക് ആനയിച്ചുള്ളൊരു പ്രകടനം എന്നതാണ് LDFന്റെ കമ്മിറ്റികൾ ആലോചിച്ചിരുന്നത്. അപ്പൊ ഈ സമയത്ത് സ്വാഭാവികമായി റോഡ് ഷോ ഉണ്ടായിരുന്നു. റോഡ് ഷോ ഉച്ചയ്ക്ക് 2:30 മണി മുതലാണ് എല്ലാ പഞ്ചായത്തുകളെയും ടച്ച് ചെയ്തുകൊണ്ടുള്ള റോഡ് ഷോ. പക്ഷേ ഇപ്പോൾ ഈ 11:30 മണിയായിട്ട് പോലും അവിടുന്ന് 1 കിലോമീറ്റർ മുന്നോട്ട് പോകാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് ഉള്ളത്. ഇതിന് നിലമ്പൂർ നഗരത്തിലേക്ക് എത്തുമ്പോൾ ആദ്യഘട്ടത്തിൽ ഉണ്ടായതിനേക്കാൾ ആൾക്കാർ പല സ്ഥലങ്ങളിൽ നിന്നും കൂടി വരുന്നത് നമ്മൾ ആകാശ ദൃശ്യങ്ങളിലും നമ്മുടെ ദൃശ്യങ്ങളും കാണാൻ വേണ്ടി സാധിക്കും. 10,000-ങ്ങളാണ് ഈ എം സ്വരാജിനെ അനുഗമിച്ചുകൊണ്ട് വാഹനങ്ങളിലും കാൽനടയായും ഒക്കെ എത്തി നിലമ്പൂർ നഗരത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. പല സ്ഥലങ്ങളിലും ഈ ഇതിന് നമുക്ക് റോഡ് ഷോ എന്ന് തന്നെ പറയാൻ വേണ്ടി പറ്റും. കാരണം അത്രയും വലിയൊരു ജനാവലിയാണ് സ്വരാജിനൊപ്പം. പി സരിൻ കൈരളി ന്യൂസിനോടൊപ്പം. ദയവായി തുടരൂ. അല്ലെങ്കിൽ കേട്ടുമടുത്ത കഥകൾക്കൊക്കെ ഒരു അവസാനം കുറിക്കാൻ വേണ്ടി വ്യക്തി താല്പര്യങ്ങളെ മുൻനിർത്തി മാത്രം രാഷ്ട്രീയം പറയുന്നവരിൽ നിന്ന് ഈ നാടിനെ വീണ്ടെടുക്കുന്നതിനും കൂടി വേണ്ടി ഇത്തവണ ആർക്ക് വോട്ട് ചെയ്യണം എന്നുള്ളൊരു തീരുമാനത്തിന് ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിത്വമാണ് UDF തന്നെ ആവശ്യപ്പെട്ടിരുന്നു എം സ്വരാജിന്റെ സ്ഥാനാർത്ഥിത്വം. അതെ, ക്ഷണിച്ചു വരുത്തിയ സ്ഥാനാർത്ഥിത്വമാണെന്നുള്ള രീതിയിലും വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട്. കാരണം സ്ഥാനാർത്ഥി എന്നുള്ള രീതിയിൽ ഏറ്റവും മികച്ച ഒരാളെ തന്നെ ഈ പോരാട്ടത്തിന് ഇറക്കണം എന്നുള്ളത് ഇടതുപക്ഷത്തിന്റെ തീരുമാനമാണ്. അത് ചിഹ്നത്തിൽ തന്നെ മത്സരിക്കണം. കാരണം രാഷ്ട്രീയ സത്യസന്ധത എന്താണെന്ന് ഈ നാടിനെ ബോധ്യപ്പെടുത്താൻ ഇടതുപക്ഷത്തിനൊരു ഉത്തരവാദിത്വമുണ്ട്. കാരണം പറ്റിക്കപ്പെട്ടു എന്ന് ഇടതുപക്ഷത്തിന്റെ വോട്ട് ചെയ്ത ആളുകൾ അത് വിട്ടുപോയ ഒരാളിലൂടെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ്. ഒരിക്കലും അങ്ങനെ സംഭവിച്ചതല്ല. പകരം വ്യക്തി അദ്ദേഹത്തിന്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി വഴിമാറിപ്പോയപ്പോൾ ആ പ്രസ്ഥാനം നിങ്ങളുടെ മുന്നിലേക്ക് അതിനുള്ള പരിഹാരമായി തന്നെ നിർദ്ദേശിക്കുന്ന സ്ഥാനാർത്ഥിയും ആ സ്ഥാനാർത്ഥിത്വം ഏറ്റെടുക്കുന്നതിലൂടെ ഉണ്ടാകുന്ന നേട്ടവും ഒക്കെ നിലമ്പൂരിന്റെ മുന്നിലേക്ക് 20 ദിവസത്തിലേക്ക് മുന്നോട്ട് വെച്ചിരിക്കുകയാണ്. ഈ മലപ്പുറം ജില്ലയെ സംബന്ധിച്ച് വലിയ രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ട ഒരു മണ്ഡലം കൂടിയാണ് നിലമ്പൂര്. ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയത്തിന് വലിയ സ്വാധീനം ഇവിടെ ഈ മണ്ഡലത്തിന്റെ രൂപീകരണ കാലം തൊട്ടൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അതൊക്കെ ഈ വോട്ടിൽ പ്രതിഫലിക്കുമോ? ഒരു തർക്കവുമില്ല. ഈ തെരഞ്ഞെടുപ്പിലെ പ്രധാന വിഷയം കേരളം ഏത് രാഷ്ട്രീയത്തിനെ സ്വീകരിക്കണം എന്നുള്ളതാണ്. കേരളം സ്വീകരിക്കേണ്ട രാഷ്ട്രീയം കേരളത്തെ പറ്റി സംസാരിക്കുന്ന, കേരളത്തെ പറ്റി ചിന്തിക്കുന്ന, പ്രവർത്തിക്കുന്ന ഒരു നവകേരളം ഉണ്ടാകണമെന്നും അതിനൊരു രാഷ്ട്രീയ അടിത്തറ ഉണ്ടാകണമെന്നും വിശ്വസിക്കുന്ന, മലപ്പുറത്തിൽ ആ രാഷ്ട്രീയത്തിന് വേരോട്ടം ഉണ്ടാകണമെന്ന് കൃത്യമായി നിലപാടെടുക്കുന്ന ഇടതുപക്ഷത്തിന് അതുകൊണ്ട് തന്നെ ഇത് രാഷ്ട്രീയ വോട്ടുകളും കൂടി സമാഹരിച്ച് നിലമ്പൂരിന്റെ രാഷ്ട്രീയ സ്വഭാവത്തെ നിലനിർത്തുക എന്നുള്ള ഉത്തരവാദിത്വം കൂടിയാണ്. അതിന്റെ ഒരു പ്രതിഫലനം ഈ വോട്ട് തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോഴും ഉണ്ടാവുമോ? തീർച്ചയായിട്ടും എത്രയോ നിഷ്പക്ഷ വോട്ടുകൾ സ്വരാജിന് സമാഹരിക്കാൻ കഴിയും. ഒരുപക്ഷെ UDF ക്യാമ്പിൽ നിന്ന് തന്നെ എത്രത്തോളം വോട്ടുകൾ ഇങ്ങോട്ടേക്ക് വരും എന്നുള്ളതും കൂടി നമ്മൾ കാത്തിരുന്ന് കാണണം. കാരണം തീർത്തും അപ്രായോഗികമായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിത്വത്തിലൂടെ വന്ന UDF സ്ഥാനാർത്ഥിയും ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയായി നിൽക്കുന്ന LDFന്റെ സ്ഥാനാർത്ഥിയും തമ്മിലുള്ള ഒരു താരതമ്യം അവരുടെ മനസ്സിലും ഉണ്ടാകുമല്ലോ. അപ്പോൾ ആ വോട്ടുകൾ അടക്കം നമുക്ക് സമാഹരിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായും ഇടതു മുന്നണിക്ക് വലിയ സ്വാധീന മേൽക്കൈ ഇപ്പോൾ തന്നെ ഉണ്ട്. ഇത് തെരഞ്ഞെടുപ്പ് ഫലത്തിലും ഉണ്ടാകുമെന്നാണ് സഖാവ് പി സരിൻ പറയുന്നത്. സരിൻ പറഞ്ഞതിൽ വളരെ ആശയവ്യക്തതയുണ്ട്. കാരണം ഒന്ന്, ഈ ജനതയെ ചതിച്ച, രാഷ്ട്രീയ ചതി നടത്തിയവർക്കുള്ള കൃത്യമായ മറുപടിയും പരിഹാരവുമാണ് LDF എം സ്വരാജിലൂടെ മുമ്പോട്ട് വെക്കുന്നത്. ആ ചതിയേറ്റ ജനത അത് തിരിച്ചറിയുന്നു. അതാണ് ഈ നിലമ്പൂരിൽ കാണുന്ന ആവേശം. ആ എം സ്വരാജിൻ്റെ സ്ഥാനാർത്ഥിത്വത്തിന് ഒരു പരിപ്രേക്ഷ്യം കൂടിയുണ്ട് എന്നതാണ് ഡോക്ടർ പി സരിൻ കൈരളി ന്യൂസിനോട് പറഞ്ഞത്. അത് വളരെ നല്ലൊരു നിരീക്ഷണം കൂടിയാണ്. മാത്രമല്ല ഏറ്റവും പ്രത്യേകതയുള്ളത് ഈ നാടിൻ്റെ രാഷ്ട്രീയമായ പ്രബുദ്ധതയാണ്. അതൊരു പക്ഷേ ഗുണപരമായി ഭവിക്കുക LDFന് തന്നെയാണ് എന്നുള്ളതാണ്. മറുചേരി UDF ആകട്ടെ വലിയ ആഭ്യന്തര സംഘർഷത്തിലാണ്. അത് ഒരു പക്ഷേ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ്.